നമസ്കാരം. പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രക്രിയകളിൽ, നിർമ്മാണ കരാറുകളിൽ വൻ അഴിമതികൾ നടന്നതായി ആരോപണം. 3 വർഷം കൊണ്ട് 12 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിരിക്കുന്ന വസ്തുതകൾ. എന്നാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 43 സ്കൂളുകളിലും ബയോ ടോയ്ലറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രീ ഫാബ്രിക്കേറ്റഡ് വർക്കുകൾ നൽകിയിരിക്കുന്നത് പി ദിവ്യയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരു അംഗത്തിനാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പൊതുമേഖലാ സ്ഥാപനമായ നിർമ്മിതി കേന്ദ്രയ്ക്കും സിഡ്കോയ്ക്കും സിൽക്കിനുമെല്ലാം കൊടുക്കുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ ആ കരാറുകൾ സിൽക്കും നിർമ്മാണ കേന്ദ്രയുമെല്ലാം മറ്റ് കമ്പനികൾക്ക് ഉപകരാറായി മറിച്ചു കൊടുക്കുന്ന ജോലിയാണ് സാധാരണ നടക്കുക. എന്നാൽ ഈ സിൽക്കും സിഡ്കോയുമെല്ലാം മറിച്ചു കൊടുക്കുന്ന ഉപകരാർ പി ദിവ്യയുടെ സുഹൃത്തായ മുഹമ്മദ് ആസിഫ് നടത്തുന്ന കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു. മറ്റു കമ്പനികൾ ടെൻഡർ വച്ചാലും ഒരു കാരണവശാലും ഈ കമ്പനികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും കിട്ടിയിരുന്നില്ല എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പരാതിയായി പറഞ്ഞിരിക്കുന്നത്. അതായത് കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പി ദിവ്യയുടെ സുഹൃത്ത് MD ആയിട്ടുള്ള, അതായത് മുഹമ്മദ് ആസിഫ് MD ആയിട്ടുള്ള ഈ കമ്പനിക്ക് മാത്രമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മിതികളെല്ലാം ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ വൻ അഴിമതി നടന്നിരിക്കുന്നു, വൻ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ആരോപിക്കപ്പെടുന്നത്. ഒരു വേള കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി പി ദിവ്യയുടെ ബിനാമി കമ്പനിയാണോ എന്ന് വരെ പലരും ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി ദിവ്യ അധികാരമേറ്റ ശേഷം, അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്ന 2021 ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 2024 സാമ്പത്തിക വർഷം വരെ നടന്നിട്ടുള്ള എല്ലാ ഫ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ പദ്ധതികളും എല്ലാ കരാറുകളും ലഭിച്ചിരിക്കുന്നത് കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ്. അതിന്റെ MD പി ദിവ്യയുടെ സുഹൃത്തും നാട്ടുകാരനും പി ദിവ്യയുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറുമായ മുഹമ്മദ് ആസിഫ് ാണ് എന്ന് പറയുമ്പോൾ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ദുരൂഹതകളുണ്ട്, വൻ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 3 വർഷക്കാലം കൊണ്ട് 12 കോടി രൂപയുടെ നിർമ്മിതി കരാറുകളാണ് മുഹമ്മദ് ആസിഫിന്റെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മറ്റ് കമ്പനികൾക്കൊന്നും തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മിതികൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ വൻ അഴിമതി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിലും ഇത് തന്നെയാണ് പറയുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള നിർമ്മാണ കരാറുകൾ പൂർണ്ണമായും ഒരേ ഒരു കമ്പനിക്കാണ് 2021 ആഗസ്റ്റ് 1-ാം തീയതി മുതൽ 2024 സാമ്പത്തിക വർഷം വരെ ഉള്ള നിർമ്മാണ കരാർ പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനമായ സിഡ്കോയ്ക്കും നിർമ്മിതി കേന്ദ്രയ്ക്കും സിൽക്കിനുമെല്ലാം യാതൊരു കാരണവശാലും പൊതുമേഖലാ സ്ഥാപനമായതിന്റെ പേരിൽ ടെൻഡർ വിളിക്കാതെ തന്നെയാണ് ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും അവരുടെ നിർമ്മിതികൾ കൊടുക്കുന്നത്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ സിഡ്കോയ്ക്കും നിർമ്മിതി കേന്ദ്രയ്ക്കും സിൽക്കിനുമെല്ലാം കിട്ടുന്ന കരാറുകൾ മറ്റ് കമ്പനികൾക്ക് ഉപകരാറായി മറിച്ചു കൊടുക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. അതായത് അവർ കരാറെടുക്കുന്നു, അവർ യാതൊരു പണിയും ചെയ്യാതെ ഇത് ഉപകരാറായി മറ്റു കമ്പനികൾക്ക് കൊടുക്കുന്നു. അവരാണ് ഇവർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സാധന സാമഗ്രികൾ, നിർമ്മിതികൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് കൈതൊടാതെ മീൻ പിടിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപകരാർ കൊടുക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിലേക്ക് 1000 കസേരകൾ ആവശ്യമുണ്ട് എന്ന് കരുതുക. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപകരാർ നൽകുമ്പോൾ 1000 കസേരയ്ക്ക്, ഒരു കസേരയ്ക്ക് 1000 രൂപ ഇട്ട് വിലയിട്ട് നൽകുന്നു. പിന്നീട് ഇത് വരുമ്പോൾ 5000 രൂപയായി മാറുന്നു. അതായത് 1000 രൂപയുടെ കസേര 5000 രൂപ വിലയിട്ട് വരുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന രീതിയിലുള്ള നിർമ്മാണ കരാറുകളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലെ 43 സ്കൂളുകൾക്ക് ബയോ ടോയ്ലറ്റ് നിർമ്മിക്കുന്ന നിർമ്മാണ കരാറുകളും മറ്റു കെട്ടിടങ്ങളുടെ നിർമ്മാണ കരാറുകളുമാണ് ഇതുപോലെ കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയുടെ ബിസിനസ് ആണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.
മാത്രമല്ല കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും ഇതുപോലുള്ള നിർമ്മാണ കരാറുകൾ കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇതിന്റെ സ്വാധീനം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറെ വൈരുദ്ധ്യമുള്ള മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു. 2021 ഓഗസ്റ്റ് 1-ാം തീയതി മാത്രമാണ് മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ആൾ CPMന്റെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ കൊടുക്കുന്ന കരാറുകൾ ഒരു CPM കാരന് മാത്രമായിരിക്കണം എന്ന കണ്ണൂർ ജില്ലയുടെ അലിഖിതമായ നിയമം പാലിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതായത് CPMന് പുറത്തേക്ക് ഈ കരാറുകളൊന്നും പോയിട്ടില്ല എന്ന് വരുത്തി തീർക്കുവാൻ തന്നെയാണ് 2021 ഓഗസ്റ്റ് 1-ാം തീയതി മാത്രമാണ് മുഹമ്മദ് ആസിഫ് CPMൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങുന്നു ഇതിന്റെ കൃത്യമായ രൂപരേഖകളും, ഇവിടെ തുടങ്ങുന്നു ഈ വൻ തിരിമറിയുടെ ഗൂഢാലോചന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നൽകിയിരിക്കുന്ന ഫ്രീ ഫാബ്രിക്കേറ്റ് നിർമ്മാണ കരാറുകൾ കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു കമ്പനിക്ക് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഫ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ പദ്ധതിയെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാം. സിമന്റും കമ്പിയും ഇല്ലാത്ത നിർമ്മാണ രീതി തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളുടെയും നിർമ്മാണ രീതി ഫ്രീ ഫാബ്രിക്കേറ്റഡ് രീതി തന്നെയായിരുന്നു. സിമന്റും കമ്പിയും ഉപയോഗിക്കാതെ തന്നെയാണ് ഇത്തരം നിർമ്മാണ രീതികൾ കടങ്ങുള്ളുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പി ദിവ്യ മുൻപേ പറഞ്ഞിരിക്കുന്നു. അതായത് 12 കോടി രൂപയുടെ നിർമ്മാണ കരാർ പി ദിവ്യയുടെ സുഹൃത്തായ മുഹമ്മദ് ആസിഫ് MD ആയിരിക്കുന്ന കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മറ്റ് കമ്പനികൾ ഇതിനു വേണ്ടി, ഈ നിർമ്മാണ കരാറിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്കാർക്കൊന്നും കൊടുക്കാതെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ കരാറും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ കരാറും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നിർമ്മാണ കരാറും ഒരേ ഒരാൾക്ക് കിട്ടിയതിന് പുറകിലുള്ള ഗൂഢാലോചനകളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. ഈ കമ്പനിയിൽ, അതായത് കാർട്ടൺ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ പി ദിവ്യയ്ക്ക് പങ്കുണ്ടോ, അഥവാ പി ദിവ്യയുടെ ബിനാമി കമ്പനിയാണോ ഇത് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും പി ദിവ്യ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. 2021 ഓഗസ്റ്റ് 1-ാം തീയതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 2024 വരെ കൊടുത്തിരിക്കുന്ന ഫ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ കരാർ ഒരേ ഒരു കമ്പനിക്ക് മാത്രം കൊടുത്തിരിക്കുന്നു. 12 കോടി രൂപയുടെ നിർമ്മാണ കരാറാണ് കൊടുത്തിരിക്കുന്നത്. 12 കോടി രൂപയുടെ നിർമ്മിതിയാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ്. പിന്നീട് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള വർക്കുകൾ മറിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇതിൽ പി ദിവ്യയുടെ കൃത്യമായ കരങ്ങളുണ്ട്, കൃത്യമായ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഇതിലൊരു അന്വേഷണം ആവശ്യമാണ്. എന്തായാലും പി ദിവ്യ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.